പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ആയ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ. കർത്താവിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷ ഭാഗം ഇടയ്ക്ക് നിർത്തിയിരുന്നു. അത് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് അതൊക്കെ നിർത്തിവെച്ചിരുന്നത്. നമ്മൾ ലൂക്കായുടെ സുവിശേഷമാണ് ചെയ്തുകൊണ്ടിരുന്നത്. 2 അധ്യായം വരെ അത് മുഴുവനും തീർത്തു. കർത്താവിൻ്റെ ബാല്യകാലം, ശൈശവകാലം, കൗമാരകാലം എല്ലാം ആ ഭാഗത്ത് ഒക്കെ നിർത്തി. 12-ാം വയസ്സ് വരെയുള്ള ഭാഗങ്ങൾ. ഇനി അടുത്തത് പിന്നെ നമ്മൾ ബാക്കി 3-ാം അധ്യായം മുതൽ കർത്താവിൻ്റെ പരസ്യ ജീവിതമാണ്, പരസ്യ ശുശ്രൂഷകളാണ്. അത് പറയുന്നതിന് മുൻപായിട്ട് ഞാൻ അന്നത്തെ കർത്താവിൻ്റെ ആ ഒരു പൂർണ്ണ പുരുഷൻ എന്നുള്ള നിലയിൽ, പ്രായപൂർത്തിയായ മനുഷ്യൻ, പുരുഷൻ എന്നുള്ള നിലയിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള ഒരു അവലോകനം സുവിശേഷങ്ങളിൽ കൂടിയുള്ള തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് വിലയിരുത്തി 2 ഭാഗങ്ങളായിട്ട് ചെയ്തിരുന്നു. അത് കാണാത്തവർ അതും കൂടെ കാണണം. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോകളൊക്കെ ഒന്ന് മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കണം. ചാനൽ അറിയാൻ വയ്യാത്തവർക്ക് ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ ഏതാണ് ചാനലിൻ്റെ പേര്. അതൊന്ന് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ചാനൽ കിട്ടും. ആ ട്രാക്ക് ചെയ്ത് എടുക്കുമ്പോൾ 239 വീഡിയോ ആയി. ഇപ്പം 140 തോന്നുന്നു. അപ്പോൾ അത് കണ്ട് നല്ല ഒരു സവിസ്തരമായ ഒരു പഠനമാണ് നമ്മൾ ഇതിൽ ബൈബിളിനെ പറ്റി നടത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം പരസ്യ ജീവിതമാണ് കർത്താവിൻ്റെ. അത് യേശു ക്രിസ്തു വ്യക്തിപരമായിട്ട് മാനുഷികമായ വീക്ഷണത്തിലുള്ള ഭാഗമാണ് നേരത്തെ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യേശുവിൻ്റെ രംഗപ്രവേശം ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഇതുവരെ അണിയറയിലായിരുന്നു. സാധാരണ ഒരു മനുഷ്യരെ പോലെ തന്നെ ജോലികളൊക്കെ ചെയ്ത് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ജീവിക്കുന്ന അമ്മയുടെ കൂടെ അങ്ങനെ ജീവിക്കുകയായിരുന്നു. പരസ്യ പ്രവേശനത്തിന് ഉള്ള സമയമായപ്പോൾ കർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാവ് അവിടുത്തെ ആനയിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവാണ് വിശുദ്ധ ലൂക്കായുടെ 2 രചനകളിലും കാണുന്നത്. പരിശുദ്ധാത്മാവാണ് എല്ലാം നയിക്കുന്നത്. അപ്പോൾ ഇവിടെ 3-ാം അധ്യായത്തിൽ പറയുന്നത് ആദ്യത്തെ 1-ഉം 2-ഉം വാക്യങ്ങൾ തന്നെ വളരെ വിസ്തൃതമായ വലിയൊരു വാക്യമാണ് ഒന്ന്. അതിനിപ്പോൾ അതിൻ്റെ ക്രിസ്തു യേശു പരസ്യ ജീവിതം ആരംഭിക്കുമ്പോഴുള്ള ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ, ഒരു ചരിത്ര സംഭവമാണ്. തെളിവുകളെല്ലാം കാണിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് ഒക്കെ ആരാണ് അവിടുത്തെ അധികാരികൾ, രാജ്യത്തിൻ്റെ മറ്റ് രാജ്യങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു, റോമൻ സാമ്രാജ്യത്തിൽ ആരായിരുന്നു, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ ആരംഭത്തിൽ പറയുന്നത് യെശയ്യായുടെ ഒരു 40-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. അപ്പോൾ അത് ഇവിടെ ലൂക്കോസാട്ടെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എല്ലാം ചരിത്രങ്ങളും എല്ലാം നിരത്തി സാമൂഹ്യപരമായിട്ടുള്ള കാര്യം, രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ, പഴയ നിയമബന്ധിതമായി ഇവയെല്ലാം ചേർത്ത് അവിടുന്ന് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുവിൻ്റെ ശൈശവകാലത്ത് രാജാവായിരുന്ന
ഹെറോദേസ് ദി ഗ്രേറ്റിൻ്റെ, അതായത് ജനിച്ചപ്പോൾ ശൈശവകാലത്ത് അദ്ദേഹം യേശുവിന് ഒരു ഒന്നൊന്നര വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹമാണ് കുട്ടികളെയൊക്കെ യേശുവിനെ കൊല്ലാൻ വേണ്ടി ആലോചിച്ച് കുട്ടികളെയൊക്കെ കൊന്നത്. അവർ വയസ്സ് കണക്കാക്കി 2 വയസ്സും അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഹെറോദേസ് ദി ഗ്രേറ്റ് എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. മറ്റൊന്നിലുമുള്ള മഹിമയോ സ്ഥാനമോ മഹത്വമോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ, ചില കാര്യങ്ങൾ, ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഒരുപാട് നിർമ്മിതികൾ, എന്തുവാ, ഒരുപാട് ക്ഷേത്രങ്ങൾ, കോട്ടകൾ, കൊട്ടാരങ്ങൾ, ഇതൊക്കെ ചെയ്ത് അദ്ദേഹം ഒരുപാട് പ്രശസ്തി ആർജിച്ചു. അപ്പോൾ അതിനാണ് ഇത് ഗ്രേറ്റ് എന്ന് പറയുന്നത്, അല്ലാതെ മറ്റ് മഹിമകളൊന്നുമല്ല. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന് 10 ഭാര്യമാരായിരുന്നു. അതിലൊരു ഭാര്യയിലുണ്ടായ മകനാണ് ഹെറോദേസ് അന്തിപ്പാസ്. അപ്പോൾ ഈ ഹെറോദേസ് അന്തിപ്പാസാണ് കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൽ, അല്ലെങ്കിൽ മറ്റേ ഇത് ഗ്രേറ്റിൻ്റെ മരണത്തിന് ശേഷം സ്ഥാനമേറ്റത്. അപ്പോൾ അങ്ങനെ ഈ 2-ാം വാക്യത്തിൽ ആ പഴയ നിയമ ശൈലിയിൽ തന്നെ ബന്ധപ്പെടുത്തി ജോൺ സ്നാപകയോഹന്നാൻ്റെ രംഗപ്രവേശനം ഇവിടെ ലൂക്ക അവതരിപ്പിക്കുന്നുണ്ട്. യേശയ്യ 40 അധ്യായം 3-ാം വാക്യത്തിൽ മാർക്കോസ് പറയുന്ന ഭാഗം, അതിൻ്റെ കൂടെ ആ ഭാഗം കുറച്ചുകൂടെ പൂർണ്ണമായി വ്യക്തമായിട്ട് പറയുന്നതിനാണ് ഇവിടെ ലൂക്ക 40-ാം അധ്യായത്തിലെ മാർക്കോസ് പറയുന്ന 3-ാമത്തെ വാക്യം കൂടാതെ 4, 5, 6 വാക്യങ്ങളും കൂടെ ചേർത്ത് ഒരു വ്യക്തത വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇവിടെ വായിക്കാം. ഇവരൊക്കെ ഇങ്ങനെയുള്ള ഭരണാധികാരികളുടെ എല്ലാം കാര്യം പറഞ്ഞിട്ട് പറയുന്നു, യോഹന്നാന്, സഖറിയയുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും, സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അത് ഈ പറഞ്ഞ യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ 3, 4, 5, 6 വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് സർവ്വ മനുഷ്യരുടെ രക്ഷ അവിടെ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വ്യാഖ്യാനം അത് പ്രത്യേകിച്ച് പറയുന്നില്ല. ഈ പാപമോചനത്തിനായുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനമാണ് ഇവിടെ സ്നാപക യോഹന്നാൻ ചെയ്തുകൊണ്ടിരുന്നത്, പ്രസംഗിച്ചുകൊണ്ട് സ്നാനം കൊടുത്തുകൊണ്ടിരുന്നത്, സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത് വരുന്നവരെ. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ജ്ഞാനസ്നാനമാകട്ടെ പരിശുദ്ധാത്മാവിനാലും തീയിലും അഗ്നിയാലും ഉള്ളതാണ് എന്ന് അവിടുന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സ്നാപകൻ. ഇപ്പോൾ നമ്മൾ സർവ്വജനതകൾക്കുമുള്ള രക്ഷ എന്നാണ് കാണുന്നത്. അപ്പോൾ സർവ്വജനതകൾക്കുമുള്ള രക്ഷ യോഹന്നാന് അവിടെ യേശുവിൽ ഉണ്ടാകുന്നതായിട്ട് പറയുന്നു. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ കഴിഞ്ഞ അധ്യായം 2-ാം അധ്യായത്തിൽ 30-32 വാക്കുകളായിട്ട് ലൂക്ക അത് പറയുന്നുണ്ട്. യേശുവിനെ സമർപ്പിച്ചപ്പോൾ, ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ പറയുന്നുണ്ട്, ശിമയോൻ എന്ന നീതിമാനായ പുണ്യാത്മാവ് യേശുവിനെ കയ്യിലെടുത്തിട്ട് ഉദ്ഘോഷിച്ച് അതുപോലെ തന്നെ സർവ്വലോക ജനതകളുടെയും ആശ്വാസവും സമാധാനവും രക്ഷയും ഇവയൊക്കെ ഈ ശിശുവിലൂടെ
ഉദയം ചെയ്തിരിക്കുന്നു, ലോകത്തിൽ സമാഗതമായിരിക്കുന്നു. അങ്ങനെ സർവ സൃഷ്ട ലോകങ്ങളും പ്രപഞ്ചവും അങ്ങനെ നോക്കി ലോകം എല്ലാം തന്നെ ദാഹിച്ചിരുന്ന അല്ലെങ്കിൽ പ്രത്യാശ വച്ചിരുന്ന ഈ ശിശുവിലൂടെ ഇതൊക്കെ പൂർണ്ണത പ്രാപിച്ചു എന്ന് അന്ന് ലൂക്ക ശിമയോനിലൂടെ പറയുകയായിരുന്നു. ഇപ്പോൾ പൂർണ്ണ യുവാവായ യേശുവിൻ്റെ പരസ്യ പ്രത്യക്ഷതയിലും ലൂക്ക 7 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിലും സ്നാപകനിലൂടെ വിശദീകരിക്കുന്നത് ഇത് തന്നെയാണ്, സർവ്വജനതകൾക്കുമുള്ള രക്ഷ എന്നാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമായിട്ടുള്ളതല്ല ഈ യേശുവിലൂടെയുള്ള രക്ഷ എന്ന് പറയുന്നത്. രക്ഷയും സമാധാനവും സന്തുഷ്ടിയുമൊക്കെ അത് ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല, സർവ്വജനതകൾക്കും സർവ്വസൃഷ്ട വസ്തുക്കൾക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, സർവ്വജനവിഭാഗങ്ങൾക്കും ഉള്ള രക്ഷ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ചിലർ വിചാരിക്കും അത് ക്രിസ്ത്യാനികൾക്കാണ് അല്ലെ യഹൂദർക്കാണ്. അല്ല, എല്ലാവർക്കും സർവ്വജനതകളുമാണ് ഈ രക്ഷ പ്രാപിക്കേണ്ടുന്നത്, യേശുവിലൂടെയുള്ള രക്ഷ പ്രാപിക്കേണ്ടുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു യൂണിവേഴ്സാലിറ്റി സ്വഭാവം ഇവിടെ കാണിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. അതെ, എല്ലാ വംശങ്ങൾക്കുമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് യോഹന്നാൻ്റെ വരവും പറയുന്നത്, ആ പ്രത്യക്ഷത പറയുന്നത്. ദൈവം വിളിച്ചു കൊണ്ടുവന്ന് നിയോഗം കൊടുത്ത പഴയ നിയമ പ്രവാചകന്മാരുടെ, പഴയ നിയമത്തെ പുസ്തകത്തിലൊക്കെ പറയുന്ന അന്നത്തെ പ്രവാചകന്മാരുടെ ആവിർഭാവത്തെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ അവസാനത്തെ പ്രവാചകനായിരുന്ന ലൂക്ക അവസാനത്തെ പ്രവാചകനായിരുന്ന വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ്റെ ഈ പ്രത്യക്ഷത പറയുന്നത്. അന്നൊക്കെ പഴയ നിയമത്തിൽ ദൈവം വിളിച്ചു കൊണ്ടുവന്ന് പ്രവാചകന്മാർക്ക് പ്രത്യേക നിയോഗം കൊടുത്ത് കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത്. ആ നിയോഗം അവർ പൂർത്തിയാക്കണമായിരുന്നു, അത് ചെയ്യണമായിരുന്നു, അതനുസരിച്ച് അവർ ജീവിക്കണമായിരുന്നു, അതനുസരിച്ചായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പഠിപ്പിക്കലുകളുമെല്ലാം. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇവിടെയും പറയുന്നത്. ആ ആവിർഭാവത്തോട് ദൈവം വിളിച്ചു, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി മരുഭൂമിയിൽ ആയിരുന്ന സ്നാപകന് എന്നാണ്. അപ്പം മരുഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് ആ പഴയ നിയമത്തിലെ പോലെ അവരിങ്ങോട്ട് ആനയിക്കുകയായിരുന്നു. ഇവിടെ പഴയ നിയമത്തിലെ പോലെ ഇങ്ങോട്ട് മരുഭൂമിയിലായിരുന്ന സ്നാപകനെ ഇങ്ങോട്ട് ആനയിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ മിശിഹായിലൂടെയാണ് ആ കൃപ, മിശിഹായിലൂടെയുള്ള കൃപ വഴി രക്ഷ ലഭിക്കുന്ന ഒരു യുഗമാണ്, അല്ലെങ്കിൽ മിശിഹ യുഗമാണ് ഇനിയും ഉള്ളത്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുഗം. അതായത് സ്നാപകൻ മുതൽ ഇങ്ങോട്ട് സ്നാപകന് ശേഷം യേശുവിലൂടെ തുടങ്ങുന്നത് എന്ന് 7-ാം വാക്യം മുതൽ ഈ 3-ാം അധ്യായത്തിൽ 7-ാം വാക്യം മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ കാണിക്കുന്നു. അങ്ങനെ പഴയ നിയമ പുസ്തകങ്ങളുടെ, പഴയ നിയമ പ്രവാചകന്മാരുടെയും പുസ്തകങ്ങളുടെ എല്ലാം ഒരു തുടർച്ചയാണ്. പഴയ നിയമ ജനതയുടെ അതേ തുടർച്ച, യഹൂദ ജനതയുടെ അതേ തുടർച്ചയായാണ് യേശുവിൻ്റെ സഭ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭ എന്ന് ഒരു വ്യംഗ്യത്തിൽ കൂടിയാണ് എന്ന് ഉള്ള ഒരു വ്യംഗ്യം കാണിക്കാനാണ് എന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യം തുടർച്ചയാണ്. യഹൂദ സഭയുടെ തന്നെ തുടർച്ചയാണ് ക്രിസ്തീയ സഭ എന്ന് കാണിക്കാനാണ് ഈ ഭാഗം വിശുദ്ധ ലൂക്ക ഉപയോഗിക്കുന്നത്. അപ്പോൾ 7 മുതൽ 9 വരെയുള്ള ഭാഗം ഇതിനകത്ത് പറയുന്നത് സഭാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് 10 മുതൽ 14 വരെയുള്ളതാണെങ്കിൽ സഭയുടെ മാർഗനിർദ്ദേശങ്ങളാണ് 14 വരെയുള്ള വാക്യങ്ങൾ, 10 മുതൽ 14 വരെ. അങ്ങനെയുള്ള പുതിയ നിയമത്തിൻ്റെ ആ ഒരു മാർഗനിർദ്ദേശങ്ങളാണ് അവിടെ കാണിക്കുന്നത്. അത്
നമുക്ക് അതായത് പുതിയ ഇപ്പം സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിൽ അത് 5-ാം അധ്യായത്തിൽ 38 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള ഭാഗങ്ങൾ, ഇതൊക്കെയാണ് അവിടെ ഈ കാണിക്കുന്നത്. അത് സഭയുടെ, ആധുനിക സഭയുടെ, അതായത് മിശിഹ സ്ഥാപിക്കുന്ന, യേശുക്രിസ്തു സ്ഥാപിക്കുന്ന ആ സഭയുടെ പ്രവർത്തന ശൈലിയുടെ കാതലായ ഭാഗമാണ്, അതിൻ്റെ രത്ന ചുരുക്കമാണ് ഇവിടെ കാണിക്കുന്നത്. സ്നാപക യോഹന്നാൻ പറയുന്നത്, തൻ്റെ അടുത്ത് മാനസാന്തരപ്പെട്ടു വരുന്ന ജനതകളോട് പറയുന്നത്. അപ്പോൾ 15 മുതൽ 18 വരെയാണെങ്കിൽ അത് ഈ മിശിഹ യുഗത്തിൻ്റെ പ്രബോധനമാണ് കാണിക്കുന്നത്. മിശിഹ യുഗത്തിൻ്റെ പഠിപ്പിക്കലുകൾ 15 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഇത് ഞാൻ ഈ 18 വരെയുള്ള ഭാഗത്തിൻ്റെ ഒരു അവലോകനമാണ് ഇപ്പോഴിവിടെ പറഞ്ഞത്. അപ്പോൾ ഇനി രണ്ടാമത് ഞാനിങ്ങനെ ഒന്നോ രണ്ടോ അധ്യായങ്ങൾ തീർന്നു കഴിയുമ്പോൾ, ഒരു ഭാഗം തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു അവലോകനം നടത്താറുണ്ടായിരുന്നു. ഇതിനു മുൻപ് ഒരു ചുരുക്കമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ 18 വരെയുള്ള വാക്യങ്ങളുടെ അവലോകനമാണ് ഇപ്പം പറഞ്ഞത്. ഇനി നമുക്ക് കാര്യങ്ങളോട്ട് കടക്കാം. ഇവിടെ യെശയ്യായുടെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഭാഗം, ഇവിടെ ഖുമ്രാനിൽ വസിച്ചിരുന്ന യെസേനിയർ, ഒരു സന്യാസ സമൂഹം ഉണ്ടായിരുന്നു, ഇവരെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അല്ലാതെ അവിടെ യഹൂദരുടെ തന്നെ ക്രിസ്തുവിന് ഒരു 100 വർഷം മുൻപ്, ഒരു നൂറ്റാണ്ട് മുൻപ് മുതൽ യെസേനിയർ എന്നാണ് അവരറിയപ്പെടുന്ന ഒരു സന്യാസ സമൂഹം ഉണ്ടായിരുന്നു. വളരെ തീവ്രമായ നിഷ്ഠകളോടുകൂടി അവർ അവിടെ താമസിച്ചിരുന്നു. അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്, ഒരു അല്പം പ്രായങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ ധ്യാനവും പഠനവും മാത്രമായിരുന്നു അവർ ആയിട്ട് കഴിയുകയായിരുന്നു. അങ്ങനെ ധ്യാനിച്ച് കിട്ടുന്ന ആ അറിവുകൾ വളരെ വിലമതിപ്പുള്ള അറിവുകളാണ്. ദൈവിക ജ്ഞാനം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു ദൈവത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം അവർ ചെമ്പ് തകിടുകളിലാക്കി, ചുരുളുകളിലാക്കി ഒക്കെ അവർ അന്ന് നശിച്ചു പോകാതിരിക്കാൻ ആ ഗുഹകളിൽ അവർ താമസിച്ചിരുന്ന ഗുഹകളുടെ, അവിടെ കുമ്രാൻ പ്രദേശമെല്ലാം ചുണ്ണാമ്പുകല്ല് ഗുഹകളാണ്, ഒരു ഓടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുഴിച്ചിടുകയായിരുന്നു ചെയ്തിരുന്നത്. അതിപ്പോൾ 1940-കൾ തുടങ്ങി ഇപ്പം ഇങ്ങോട്ട് ഖനനം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും അത് ഖനനം ചെയ്ത് കണ്ടുപിടിച്ച് അതൊക്കെ എടുത്ത് വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പഴയ ഹീബ്രു ഭാഷയാണ്, അത് അറിയാവുന്നവരെ കൊണ്ട് അതൊക്കെ വായിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും അവർ എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ജീവിച്ചിരുന്നത്, മരുഭൂമിയിൽ വസിച്ച് നിയമത്തെയും പ്രവാചകരെയും വിശകലനം ചെയ്ത് പഠിക്കുകയും ചെയ്യുന്നത് എന്ന് വിശദീകരിക്കാൻ അവരുപയോഗിച്ചിരുന്ന വാക്യവും ഈ യെശയ്യായുടെ 40-ാം അധ്യായം 4-ാമത്തെ വാക്യമായിരുന്നു. 3-4 വാക്യങ്ങളായിരുന്നു. അപ്പോൾ മരുഭൂമിയിൽ, അപ്പോൾ ആ പഴയ അന്നത്തെ ആ കാലം, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇത്, അല്ലാതെ ഇതൊരു പ്രത്യേകമായ സഭ ആവിർഭവിച്ചതല്ല എന്നാണ് ലൂക്ക ഇവിടെ സമർത്ഥിക്കുന്നത്. എന്ത് ഭംഗ്യന്തരേണ അത് സമർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ ഒരു സഭയല്ല, ആദ്യം മുതലേ ഉണ്ടായിരുന്ന ആ യഹൂദ സഭയുടെ, ഇസ്രായേൽ ജനത്തിൻ്റെ ആ സഭയുടെ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഈ ക്രിസ്തീയ സഭ. അതിന് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന് പുതുതായിട്ടൊന്നും ചേർന്നിട്ടില്ല. അപ്പോൾ ഈ ക്രിസ്തീയ സഭ ഇന്ന് പലരും പറയുന്ന പോലെ അതൊരു പുതിയ കാര്യമല്ല, അത് ഒരു ജനതകൾക്കും
പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നല്ല ഒരു രാജ്യത്തിനോ ജനതകൾക്കോ ഒന്നും. അത് പക്ഷേ യഥാർത്ഥമായ സത്യദൈവത്തെ മാത്രം ആരാധിച്ച് ആ സത്യദൈവത്തിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് നിർദ്ദേശങ്ങളനുസരിച്ച് അതിന് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതവർ ജീവിക്കുന്ന ഈ ജനതകൾ, ക്രൈസ്തവ ജനതകൾ ജനങ്ങൾ ജീവിക്കുന്ന ആ നാടിനും രാജ്യത്തിന് ആ അധികാരികൾക്കും സമൂഹത്തിനും എല്ലാവർക്കും വേണ്ടി മറ്റ് ഇതര ജനതകൾക്കും എല്ലാത്തിനും വേണ്ടി ദിവസവും ദൈവത്തിന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, അവരുടെ ശ്രേയസ്സിന് വേണ്ടി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നതല്ല. ഇത് വിശുദ്ധ ലൂക്ക അദ്ദേഹത്തിൻ്റെ 2 രചനകളിലും പ്രത്യേകിച്ച് ഇത് പറയുന്നുണ്ട്, എല്ലായിടത്തും വിശദീകരിക്കുന്നുണ്ട്. പല സ്ഥലത്തും ഒരു മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതല്ല, എല്ലാവരുടെയും ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു സഭയാണ്, അതൊരു മതമാണ് ക്രൈസ്തവ മതം. അത് യഹൂദർക്കും നിഷിദ്ധമല്ല, എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ളതാണ്. കാരണം ഇന്നും ഞങ്ങൾ എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നതും എല്ലാ ജനതകൾക്കും വേണ്ടിയാണ്. അല്ലാതെ ആ ഒരു പ്രദേശത്ത് ഒരു സമൂഹത്തിന് മാത്രമല്ല, പ്രദേശത്തിന് മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടി, സകല ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്ക് എല്ലാവർക്കും നല്ല വെളിച്ചമുണ്ടായി, നല്ല ആത്മാവിന് വെളിച്ചമുണ്ടായി, അവർ നേരായ വഴിക്ക് സമൂഹത്തെ, ജനങ്ങളെ നയിക്കാൻ അവരെ ദൈവം പ്രാപ്തരാക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആരുടെ നാശത്തിനല്ല. ഇപ്പം ഞാനിത് ഇത്രയും ആ ഭാഗം വിശദീകരിച്ച് പറയാൻ കാര്യം, ഇപ്പോഴങ്ങനെയല്ല പറഞ്ഞു വരുത്തുന്നത്. പലരും പല രീതിയിൽ വിഷലിപ്തമാക്കി പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ക്രിസ്തീയ സഭകൾക്കെതിരായിട്ടും ക്രിസ്തീയ സഭാ പ്രവർത്തകർക്കെതിരായിട്ടും പുരോഹിതർക്കെതിരായിട്ടും അതിങ്ങനെ ഇപ്പം ഇവിടെ അത് വളരെ കൂടുതലായിട്ട് വന്നിരിക്കുകയാണ്, നമ്മളും സഹിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ വാക്യം ഇനി 7 പറയുമ്പോൾ അണലി സന്തതികളെ എന്ന് ലൂക്ക ചോദിക്കുന്നുണ്ട്. 7-ാം വാക്യം, ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തൻ്റെ അടുത്തേക്ക് വന്നിരുന്ന ജനകൂട്ടങ്ങളോട് അവൻ ചോദിച്ചു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടി അകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? എന്താണ് അണലി സന്തതികളെന്ന് പറയാൻ കാരണം? അണലി സന്തതി എന്ന് പറയുന്നത് സർപ്പം, പാമ്പ്. അപ്പോൾ ആ സർപ്പത്തിൽ കൂടിയാണ് പാപം ഭൂമിയിൽ കടന്നു വന്നതെന്ന് വിശുദ്ധ ബൈബിളിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ ആദ്യം തന്നെ നമുക്ക് 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യ ഭാഗത്തെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പാപം കൊണ്ടുവന്നത് പിശാചാണ്. അത് സർപ്പത്തിൻ്റെ രൂപത്തിലാണ് പിശാചി വന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്, ആ പാപത്തിന് അടിമകളായിരിക്കുന്ന നിങ്ങൾ, അതുകൊണ്ടാണ് ചോദിക്കുന്നത് അണലി സന്തതികളെ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇനി അണലി സന്തതിയായി പോയത്? മറ്റുള്ള പാമ്പുകളൊക്കെ ഇല്ലേ? അതിനേക്കാളും വലുതും ക്രൂരതുമായ പാമ്പുകളൊക്കെ ഉണ്ട്. മറ്റ് പാമ്പുകളെ പോലെ അല്ല അണലി വർഗം. അത് ഒരിച്ചിരി അലസത സ്വഭാവമാണ്. മറ്റുള്ളവരെ പോലെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, പെട്ടെന്ന് അങ്ങനെ ഓടി അണിഞ്ഞ് പോവുകയൊക്കെ ഒന്നും ചെയ്യുന്നേ അല്ല. ഇച്ചിരി അലസ സ്വഭാവമുണ്ട്. അപ്പോൾ ഈ വരുന്ന ജനങ്ങളുടെ സ്വഭാവം കൂടിയാണ് അവിടെ ഭംഗ്യന്തരേണ ലൂക്ക അവതരിപ്പിക്കുന്നത്. കാരണം അന്നത്തെ ജനതകളുടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ജീവിക്കാൻ നോക്കാതെ ലൗകികമായ സുഖത്തിനും നേട്ടത്തിനും വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് അത് അണലിയുടെ കൂട്ട് എന്ന് പറഞ്ഞാൽ പതുങ്ങി കിടക്കുക, പതുങ്ങി അങ്ങനെ നടക്കുക, എന്നിട്ട് അത് ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിനും ഇത് യോജിച്ചതാണ് ആ വിശേഷണം. കാരണം നമ്മളും അങ്ങനെയാണ്, ലോകത്തിന് വേണ്ടി ആണ്, ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തർക്കും എങ്ങനെ ഉയരാം, എങ്ങനെ വളരാം, എങ്ങനെ സുഖിക്കാം, എങ്ങനെ സന്തോഷിക്കാം ദൈവത്തെ കൂടാതെ എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അണലി സന്തതികളെന്ന് പറയുമ്പോൾ അതും ആ വ്യംഗ്യാർത്ഥത്തിൽ വരും. അതുകൊണ്ട് അതായത് ദൈവത്തോട് അടുക്കുന്നതിനൊരു മന്ദത, അത് മന്ദത സ്വഭാവമാണല്ലോ അണലിക്കുള്ളത്. ഇനിയും അതുപോലെ
ഇപ്പോൾ ലൗകിക വളർച്ചയുടെ നേട്ടം മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് വെങ്കിൽ നമ്മൾ ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള തലമുറ എന്തുകൊണ്ട് അപ്പം പാമ്പിന് അതുപോലെ മറ്റുള്ളത് എന്തുകൊണ്ട് ഇനി മൂന്നാമതൊന്നും കൂടെ പറയാനുള്ള പാമ്പിന് കാതില്ല, ചെവിയില്ലല്ലോ. അപ്പം കാതില്ലാതെ കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ കാതില്ലാതെ വചനം കേൾക്കാൻ സാധിക്കത്തില്ല, അത് സ്വീകരിക്കാൻ സാധിക്കത്തില്ല. അങ്ങനത്തെ സമൂഹം ഇന്ന് നമുക്ക് ഉണ്ട് അല്ലേ? എല്ലായിടത്തും വചനം പ്രഘോഷിക്കുന്നുണ്ട് ധാരാളമായിട്ട്. പക്ഷേ അത് കേൾക്കാനും ഗ്രഹിക്കാനും പറ്റുന്നില്ല. മറ്റുള്ള ജനതകളും അങ്ങനെ തന്നെയാണ്. ഇന്ന് അവർക്ക് ദൈവത്തെപ്പറ്റി അറിയണം എന്നുള്ളതില്ല എല്ലാവർക്കും. എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനികളെ ദ്രോഹിക്കണം എന്നുള്ളതേ ഉള്ളൂ, ഈ മതം ഇല്ലാതാക്കണം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാം, കാതില്ലാത്ത ഒരു ജീവിയാണ് എന്താ ഈ പാമ്പ്, അണലി സന്തതി. അത് നമ്മുടെ ഇത് ബൈബിളിൽ ആദ്യ ഭാഗത്ത് തന്നെ ഉണ്ട് താനും. അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് അപ്പം ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ കാതില്ലാത്ത ജനതയ്ക്ക് എങ്ങനെ വചനം കേൾക്കാൻ പറ്റും? അത് ഗ്രഹിക്കാനും പറ്റത്തില്ല, ഒന്നും സാധിക്കത്തില്ല. ഇന്ന് നമ്മളെ പോലെ തന്നെ കാതുണ്ടെങ്കിലും നമ്മൾക്ക് അതിനൊന്നുമുള്ള സാധ്യതയില്ല വചനം സ്വീകരിക്കാനും അത് അനുസരിച്ച് പ്രവർത്തിക്കാനും ഒന്നും നമുക്ക് അതിനുള്ള സാധ്യതയില്ല. നമുക്ക് അതിനുള്ള മനസ്സില്ല. അപ്പോൾ ഇത് നമുക്ക് വേണ്ടിയും കൂടെ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് തീർത്തും യോജിക്കുന്നതാണ്. ഇനി അടുത്തത് 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായി അബ്രാഹാം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഇന്നും പലരും അത് അങ്ങനെയല്ലേ ചെയ്യുന്നത്. പൂർവ്വപിതാക്കന്മാരുടെ അവരോട് ഇങ്ങനെ ഇപ്പം പറയാൻ കാരണം എന്താ? അവർ ദൈവമേ എന്നല്ല പറയുന്നത്, അവർക്ക് അങ്ങനെ വിളിക്കാൻ ഭയമാണ്, പേടിയാണ്. അതുകൊണ്ട് അവർ വിളിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ എന്നാണ്. അത് അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. അപ്പോൾ പൂർവ്വപിതാക്കന്മാർ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെ അങ്ങനെ പറയുമ്പോഴേ അബ്രാഹത്തിൻ്റെ പൂർവ്വപിതാക്കന്മാരിലും മോശയിലും ഊറ്റം കൊണ്ടിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. അവർ അന്നത്തെ ജനതകൾ അങ്ങനെ ആണല്ലോ, അവരിലും മോശയിലുമൊക്കെ ഊറ്റം കൊണ്ട് നടക്കുകയാണ്. അല്ലാതെ ദൈവത്തോട് കൂടുതൽ തന്നെത്താനെ അടുക്കാൻ അവർ ശ്രമിക്കുന്നില്ല. ദൈവം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കർത്താവ് നിങ്ങൾ എന്നെ പിതാവേ എന്ന് വിളിക്കൂ എന്ന് ഞാൻ ആശിച്ചു, എന്നിട്ടും നിങ്ങൾ വിളിക്കുന്നില്ല. യെരമ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങളിൽ ദൈവം ഇല്ല ആണ് ഊറ്റം കൊണ്ട് നിങ്ങളിങ്ങനെ പൂർവ്വപിതാക്കന്മാർ ഊറ്റം കൊണ്ട് നടക്കും പക്ഷേ നിങ്ങളിൽ ദൈവമില്ല. ദൈവത്തിനോട് നിങ്ങൾ അടുക്കാൻ ശ്രമിക്കുന്നില്ല. ആ പൂർവിക പാരമ്പര്യം പറഞ്ഞ് അഭിമാനിക്കാതെ സ്വന്തമായി ദൈവത്തെ തേടണം. നമുക്കുള്ള ഉപദേശമാണ് ഇതും. അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നാരൊക്കെ ഉണ്ടായിരുന്നു, സഭയുടെ വലിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തമായിട്ട് നീ ഇപ്പോഴ് ആരാണ് എന്നാണ് ചിന്തിക്കേണ്ടുന്നത്. മറ്റുള്ളവർ പൂർവികരുണ്ടായിരുന്ന അവരുടെ നന്മ, ആ ദൈവവും അവരുമായിട്ടുള്ള ബന്ധം. നീയും ദൈവവുമായിട്ട് എന്താണ് ബന്ധം? നമ്മളും ഞാനും ഉൾപ്പെടെ നമ്മളെല്ലാവരും ദൈവമായിട്ട് എന്താണ് ബന്ധം, എങ്ങനെയുണ്ട്, അതാണ് ചിന്തിക്കുന്നത്. അപ്പം പൂർവികരുടെ ആ നന്മയിൽ ഊറ്റം കൊണ്ടിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഇത് അനുവർത്തിക്കേണ്ടുന്നതാണ്. അങ്ങനെ മേനി നടിക്കുന്നത് ഒരു ഒരു മോശമായിട്ടുള്ള രീതിയാണ്, വൃത്തികെട്ട രീതിയാണ്. സ്വന്തമായിട്ട് അത് ദൈവത്തിന് ദൈവനീതിക്ക് നിരക്കാത്തതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അണലി സന്തതികൾ തന്നെയാണ് ഇന്ന് നമ്മളും എന്ന് പറയാൻ സാധിക്കും. അണലിയുടെയൊക്കെ അതേ സ്വഭാവം, പാമ്പിൻ്റെ അതേ സ്വഭാവം തന്നെ നമ്മൾ കാണിക്കുന്നു. ദൈവത്തെ അറിയാനും മന്ദത, കാതുകൾക്ക് മന്ദത, സ്വഭാവത്തിൽ മന്ദത. അങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തോട്ട് മുന്നോട്ട് പോകാൻ തന്നെ നമുക്ക് പറ്റുന്നില്ല. എന്നാൽ ദൈവ ആരാധനാലയത്തിലുമൊക്കെ പോകുന്നുണ്ടെങ്കിലും, പള്ളികളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും അവിടെ മന്ദത സ്വഭാവമാണ് കാണിക്കുന്നത് നമ്മൾ. കാരണം അത്രയ്ക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ നമ്മൾ ഓരോരുത്തരും ഓരോ
ക്രിസ്തുവിൻ്റെ ശിഷ്യരായി മാറുമായിരുന്നു. അങ്ങനെ നമുക്ക് സാധിക്കാത്തപ്പോൾ ലൂക്കായി പറയുന്നത് അവരെ മാത്രമല്ല നമ്മളെ അങ്ങനെ. അപ്പോഴും നമുക്ക് പറയാം, ഒരു തമാശ രൂപേണയായാലും പറയാം, ഞാൻ പറയുന്നത് ഇതാണ്, അന്നത്തെ ആ ജനതകളുടെ അതേ സ്വഭാവം തന്നെ നമ്മളും കാണിക്കുന്നു. അപ്പോൾ അവരുടെ തുടർച്ച തന്നെയാണ് നമ്മളും ഇപ്പോഴും ഈ സഭയിൽ നമ്മൾ കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അർത്ഥത്തിലും അത് ശരിയാകുന്നുണ്ട്. അപ്പോൾ ഇനിയും 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ലൂക്ക 6 അധ്യായം 27 മുതൽ 36 വരെ, മത്തായി 5 അധ്യായം 38 മുതൽ 48 വരെയുള്ള വാക്യങ്ങളൊക്കെ വരെ ഉള്ള ഇതിൻ്റെയൊക്കെ ഒരു രത്ന ചുരുക്കമാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ജീവിക്കേണ്ടുന്നത്, എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടുന്നത്. 6 അധ്യായം അതിൽ ആ ക്രിസ്തീയ സഭയുടെ പെരുമാറ്റ രീതികൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ പഴയ നിയമത്തിൽ കാണിക്കുന്ന പറഞ്ഞിരുന്ന ഉടൻ മറുപടി, ഉടൻ ശിക്ഷ എന്നുള്ളത്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ജീവന് പകരം ജീവൻ എന്നുള്ളതെല്ലാം മാറ്റിയിട്ട് അവിടെ ഈ സ്നാപകൻ ഇവിടെ പറയുന്നുണ്ട്. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ വന്ന് അവർ ചോദിക്കുകയാണ്, പത്ത് മുതൽ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ച്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞ്, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. മുൻപ് അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല, അങ്ങനെ ചോദിക്കാനും പാടില്ല. പക്ഷേ പുതിയ നിയമത്തിൽ ഇങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സഭയിലെ നിയമം. അപ്പം മിശിഹാ യുഗത്തിൻ്റെ നിയമങ്ങളാണ് ഈ ഭാഗം വ്യക്തമാക്കുന്നത്, പറയുന്നത്. അപ്പോൾ എന്നിട്ട് യോഹന്നാൻ പറയുന്നത് 16-ാം വാക്യത്തിൽ, പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമാണ് യേശു, അതായത് യോഹന്നാൻ്റെ മുൻപിൽ ഇനി അടുത്ത് വരാൻ പോകുന്നവൻ വരുന്നത്, അത് ക്രിസ്തു വരുന്നത്, മാമോദീസ കൊടുക്കുന്നത്. ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, ഇനിയും വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമാണ്. അത് പറയുന്നതിൻ്റെ കാര്യം, അത് പെന്തക്കോസ്ത അനുഭവം എങ്ങനെയാണ്? പരിശുദ്ധാത്മാവുണ്ട്, അവിടെ അഗ്നിനാവിൻ്റെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിച്ചത്. അതുകൊണ്ട് അഗ്നിനാവിൻ്റെ സാദൃശ്യത്തിൽ ഇറങ്ങി അവരെ, അഗ്നിയാണല്ലോ ശുദ്ധീകരിക്കുന്നതിന് ഉള്ളതാണ്, ശുദ്ധീകരണമാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും മാമോദീസ നൽകുന്നവൻ ആണ്, സ്നാനം വരുന്നവനാണ് വരുന്നത്. അവൻ ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവൻ പരിശുദ്ധാത്മാവിലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. പ്രിയപ്പെട്ടവരെ, ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ശ്രമിക്കാം. സമയം കടന്നുപോയി. അപ്പോൾ ഞാൻ 18 വരെയുള്ള ഭാഗമാണ് എടുക്കാനിരുന്നത്. ഇനി 2 വാക്യങ്ങളും കൂടെ ഉണ്ട്, അതിനകത്ത് 2-3 വാക്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ അതും കൂടെ ചേർത്ത് നമുക്ക് എടുക്കാം. കേട്ടവർ മറ്റുള്ളവർക്കെല്ലാം ഇത് മുഴുവനായിട്ട് കേൾക്കുകയും മറ്റുള്ളവർക്കത് ലിങ്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യണം, ഷെയർ ചെയ്ത് അവരെ പ്രേരിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥനയോടെ നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.